നമ്മളെല്ലാവരും വളരെ സ്ട്രെസ്ഡ് ആണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആണ്. നമ്മൾ ഒരു പ്ലേറ്റ് ഭക്ഷണം എടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത പണിയിലേക്ക് പോവുക എന്നുള്ളൊരു ചിന്താഗതിയിലൂടെയാണ് പലരും ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം ആസ്വദിക്കുന്നില്ല. ഭക്ഷണം ആസ്വദിക്കുമ്പോൾ മാത്രം അതിലുള്ള ന്യൂട്രിയൻസും അതിലുള്ള നമ്മുടെ വയറിലുണ്ടാവുന്ന എൻസൈംസ്, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ദഹനം നടക്കാൻ. അപ്പോൾ ഈ ഒരു രീതി നടക്കണമെങ്കിൽ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം, സ്ലോലി കഴിക്കണം, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. അപ്പോൾ മാത്രമാണ് ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർപ്ഷൻ നടക്കുക. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് സെറ്റ് ഇവിടെ അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിലല്ല. അപ്പോൾ നമ്മൾ മേ ബി അധികം ആൾക്കാരും പത്രം വായിച്ചുകൊണ്ടോ ബുക്സ്, പണ്ടൊക്കെ പത്രമായിരുന്നു, ഇപ്പൊ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് റീൽസ് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ രണ്ട് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ മൈൻഡിനെ വേറെ ദിശയിലേക്കും നമ്മുടെ GIT-നെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കോർഡിനേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സംഭവമാണ് ഈ ബർപ്പിങ്സ്. നമ്മുടെ ഏമ്പക്കം എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്സുകൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഫോർമേഷനെ നമുക്ക് കുറക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മുടെ ബോഡിയിൽ ഫൈബേഴ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ഇതൊക്കെ ദഹിക്കാൻ വേണ്ടി നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. ഒരു 20 to 30 ബൈറ്റ്സ് ചുയിങ് എങ്കിലും നമ്മൾ ഒരു ഉരുള കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിടി കഴിക്കുമ്പോൾ നമ്മൾ അത്രയെങ്കിലും ബൈറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ അബ്സോർപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.